നമ്മൾ ഇന്ന് നോക്കുന്ന ക്വസ്റ്റ്യനിൽ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞ ഭാഗത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യും, നിങ്ങൾ സ്ക്രീനിലുള്ള ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. CC Limited forfeited 10,000 shares of ₹10 each, ₹8 called up for non-payment of allotment money of ₹3 and first call money of ₹3. ഇവിടെ CC Limited 10,000 ഷെയർസ് ആണ് ഫോർഫീറ്റ് ചെയ്തിരിക്കുന്നത്. ഫേസ് വാല്യൂ ₹10 ആണ്, ബട്ട് ദേ കോൾഡ് അപ്പ് ടു ₹8 എന്ന് പറഞ്ഞാൽ ₹2 അവർ വിളിച്ചിട്ടില്ല. അപ്പോൾ വിളിച്ചത് ₹8 വരെയാണ്. അതില് അവര് നോൺ പേയ്മെന്റ് ഓഫ് അലോട്ട്മെന്റ് മണി ഓഫ് 3 ആൻഡ് ഫസ്റ്റ് കോൾ 3, അലോട്ട്മെന്റ് മണി 3യും ഫസ്റ്റ് കോൾ 3യും അടച്ചിട്ടില്ല. അപ്പൊ 3ഉം 3ഉം ₹6 അടച്ചിട്ടില്ല. അടച്ചത് എത്ര രൂപ മാത്രമാണ്? ₹2 മാത്രമാണ്, അല്ലേ? അപ്പൊ നമ്മൾ ജസ്റ്റ് അതിന്റെ വർക്കിംഗ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. കോൾഡ് അപ്പ് വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ നമ്മൾ 8ൽ എത്ര അടച്ചിട്ടുണ്ട്, അടച്ചിട്ടില്ല എന്ന് നോക്കിയാൽ മതി. അപ്പൊ പെയ്ഡ് എത്രയാണ്? ₹2 ആണ്. അൺപെയ്ഡ് എത്രയാണ്? അൺപെയ്ഡ് എന്ന് പറഞ്ഞാൽ 2 ഇൻസ്റ്റാൾമെന്റ് ആണ് അടയ്ക്കാത്തത്, അലോട്ട്മെന്റും ഫസ്റ്റ് കോൾ മണിയും. അത് എത്രയാണ്? ₹6. അത് അടച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഫോർഫീച്ചറിന്റെ ജേർണൽ എൻട്രി എങ്ങനെ എഴുതാം? അപ്പൊ അത് ഫോർഫീച്ചർ ജേർണൽ എൻട്രി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് എത്രയാണ് അടയ്ക്കേണ്ടത്? 10,000 ഷെയർസിന്റെ ഇൻറ്റു ₹8. കോൾഡ് അപ്പ് ടു 8 ആണ്. അപ്പം 10,000 8 എന്ന് എഴുതിയാൽ മതി. പിന്നെ ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നമ്മൾ കൊടുത്ത എമൗണ്ട് ആണ് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ എത്ര എഴുതണം? 10,000 ഇൻറ്റു 2, അതേ കൊടുത്തിട്ടുള്ളൂ. ആൻഡ് 2 കോൾസ് ഇൻ അരിയർ. അവിടെ നമ്മൾ എഴുതേണ്ടത് കൊടുക്കാത്ത എമൗണ്ട്. അപ്പൊ 10,000ന്റെ എത്ര കൊടുത്തിട്ടില്ല? ₹6 കൊടുത്തില്ല, അതായത് അലോട്ട്മെന്റ് മണിയും ഫസ്റ്റ് കോൾ മണിയും. അപ്പൊ എമൗണ്ട് എങ്ങനെ വരുന്നു? എമൗണ്ട് 80,000, പിന്നെ 20,000, 60,000. ഇങ്ങനെയാണ് അതിന്റെ എമൗണ്ട് വരിക. ഇനി നമ്മൾ റീഇഷ്യൂവിന്റെ ജേർണൽ എൻട്രി എഴുതണം. റീഇഷ്യൂവിന്റെ ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെയാണ് നമ്മൾ റീഇഷ്യൂവിന്റെ ജേർണൽ എൻട്രി എഴുതുന്നത്. അപ്പൊ ഇവിടെ റീഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ 2,000 ഷെയർസ് റീഇഷ്യൂ ചെയ്യുന്നുള്ളൂ. 10,000 ഷെയർസ് ഫോർഫീറ്റ് ചെയ്തെങ്കിലും നമ്മൾ 2,000 ഷെയർസ് റീഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അപ്പൊ 2,000 ഷെയർസ് റീഇഷ്യൂ ചെയ്യുന്നതിന് ജേർണൽ എൻട്രി എഴുതാം. ഇവിടെ റീഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ ₹7 എന്ന് പറഞ്ഞാൽ ₹8 നമ്മൾ എക്സ്പെക്ട് ചെയ്ത്. നോർമലി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിലൊക്കെ ഫേസ് വാല്യൂ തന്നെയാണ് റീഇഷ്യൂല് നോക്കുന്നത്. അതായത് ₹10 വിലയുള്ള 10,000 ഷെയർസ് ഫോർഫിറ്റ് ചെയ്തു. അപ്പൊ അതിൽ 2,000 ഷെയർസ് റീഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ₹10 തന്നെയാണ് നമ്മൾ ശരിക്കും റീഇഷ്യൂ ചെയ്യാറ്. പക്ഷെ ഇവിടെ അവർ ₹8 റീഇഷ്യൂ ചെയ്യുന്നത്. അതിൽ ₹7 അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ എത്ര രൂപ നമ്മൾ എഴുതണം? 2,000 ഇൻറ്റു 7. അത് കഴിഞ്ഞിട്ട് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് തന്നെ അവിടെ എന്താ എഴുതേണ്ടത്? ഡിസ്കൗണ്ട് അല്ലേ? അപ്പൊ ₹8 കിട്ടുന്ന പ്രതീക്ഷിച്ച സാധനം നമുക്ക് 7 കിട്ടിയിട്ടു. അപ്പൊ ഡിസ്കൗണ്ട് എത്രയാണ്? 2,000 ഇൻറ്റു 1. ഇനി നമ്മൾ എത്ര കിട്ടുന്ന പ്രതീക്ഷ? 2,000 ഇൻറ്റു 8. 2,000 ഇൻറ്റു 8. മനസ്സിലായോ? നമ്മൾ സാധാരണ ഇവിടെ 2,000 ഇൻറ്റു 10 എഴുതാം. കാരണം നമ്മൾ ഫേസ് വാല്യൂവിന് തന്നെയായിരുന്നു റീഇഷ്യൂ ചെയ്യുക. ഇവിടെ ഫേസ് വാല്യൂവിന് അല്ല റീഇഷ്യൂ ചെയ്യുന്നത്, ₹8 റീഇഷ്യൂ ചെയ്യുന്നത്. അതായത് ₹8 റീഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ₹7. അപ്പൊ അവിടെ ₹1 ഡിസ്കൗണ്ട്. അപ്പൊ എമൗണ്ട് എങ്ങനെ വരും? 14,000, പിന്നെ 2,000, ഇപ്പുറത്ത് 16,000. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരില്ലേ? കാരണം ₹10 വിലയുള്ള സാധനം നമ്മൾ ₹8 വാങ്ങാൻ ഉദ്ദേശിച്ചത്. അപ്പം ₹2 ഡിസ്കൗണ്ട് ഓൾറെഡി ഇല്ലേന്ന്. ഇവിടെ നമ്മൾ ₹10 വിലയുള്ള ഒരു ഷെയറിന്റെ
വില നമ്മൾ മാറ്റി പുതുക്കി നിർണയിച്ചു 8 രൂപയാണെന്ന്. അതിൽ 7 കിട്ടി. അപ്പൊ 8 രൂപ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ട് 7 കിട്ടുമ്പോൾ 1 രൂപ ഡിസ്കൗണ്ട് വരുന്നുള്ളൂ. ഇനി ക്യാപിറ്റൽ റിസർവിലേക്ക് എത്ര എമൗണ്ട് പോകും നോക്കാം. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാപിറ്റൽ റിസർവ്. ഇവിടെ നമ്മൾ അതിന്റെ വർക്കിംഗ് ചെയ്യണം. അപ്പൊ ആ വർക്കിംഗ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതിന്റെ ഫോർമാറ്റ് എന്തായിരുന്നു? എമൗണ്ട് ഫോർഫീറ്റഡ്. നമ്മൾ എത്ര എമൗണ്ട് ആണ് ഫോർഫീറ്റ് ചെയ്തിരിക്കുന്നത്? 20,000 അല്ലെ? ഷെയർസ് ഫോർഫീറ്റഡ്. എത്ര ഷെയർസ് ആണ് ഫോർഫീറ്റ് ചെയ്തിരിക്കുന്നത്? 10,000 ഷെയർസ് ആണ് ഫോർഫീറ്റ് ചെയ്തിരിക്കുന്നത്. ഷെയർസ് റീഇഷ്യൂഡ്. എത്ര ഷെയർസ് ആണ് റീഇഷ്യൂ? 2,000. അപ്പൊ നമ്മൾ ഇക്വേഷനിൽ 20,000 ഡിവൈഡഡ് ബൈ 10,000 ഇൻറ്റു 2,000 എത്ര വരും? 4,000 വരും. അതിൽ നിന്ന് ലെസ് ഡിസ്കൗണ്ട് എത്ര വരുന്നത്? ഡിസ്കൗണ്ട് എത്ര വരുന്നത്? ഡിസ്കൗണ്ട് നമ്മൾ കിട്ടിയിരിക്കുന്നത് 2,000 ആണ്. അപ്പൊ ഫൈനലി എത്രയാണ് ക്യാപിറ്റൽ റിസർവിലേക്ക് പോകുന്ന എമൗണ്ട്? 2,000. അത് നമുക്ക് ഇവിടെ ചേർക്കാം. ഈ ക്വസ്റ്റിനും കൂടി എല്ലാവരും നോക്കണേ. ഇത് ഇന്നലെ നമ്മൾ നോക്കാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് റേഷ്യോ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ഫേസ് വാല്യൂലാണ് റേഷ്യോ ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ ഫേസ് വാല്യൂലല്ല 8 കിട്ടാൻ നോക്കും. 8 പെയ്ഡ് ചോദിക്കും. പക്ഷെ 7 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ.